വിശുദ്ധായി സ്നേഹം നിറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ എന്റെ പിതാവിന്റെ ഭവനം ചന്തസ്ഥലമാക്കരുത്. വീട് അല്ലെങ്കിൽ ഭവനം ചന്തയാക്കരുത് എന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഭവനത്തിൽ അപ്പനോ അമ്മയോ സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ചന്തയിൽ വരുന്നവർ എങ്ങനെ ലാഭം നേടാം എന്ന ചിന്തയിലാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. നമ്മളിൽ ചിലരും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും ഇപ്രകാരം ഒരു ചിന്തയിലൂടെയാണ്. ചെറിയ പ്രാർത്ഥനയിലൂടെ എങ്ങനെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന ഒരു ചിന്തയിലൂടെ. നമ്മുടെയൊക്കെ ആവശ്യങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ നീളമുള്ളതാണ്. എന്നാൽ അതിനു വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ചെറിയ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ വലിയ കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, എത്രയാണ് ഈ ഒത്തിരി പ്രാർത്ഥന എന്ന് പറയുന്നത്? ഈശോ പോലും തനിക്ക് ലഭിച്ചിരുന്ന ഒഴിവ് സമയങ്ങൾ മുഴുവൻ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ചെലവഴിച്ചിരുന്നത്. അതിന് നമ്മൾ പ്രാർത്ഥനയിലൂടെ വലിയ ലാഭം നേടാനായിട്ട് ശ്രമിക്കുന്നവരാണ് എന്നുള്ളതിന് ചെറിയൊരു ഉദാഹരണം. ഈ നവംബർ മാസത്തില് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ എത്ര കുട്ടികൾ പള്ളിയിൽ വന്നിട്ടുണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്രയധികം കുട്ടികൾ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ വന്നിരുന്നു എന്നുള്ളതാണ്. പരീക്ഷയുടെ സമയമോ റിസൾട്ട് വരുന്ന സമയമോ ഒക്കെ ആകുമ്പോൾ അവരെല്ലാം ഓടി പള്ളിയിലേക്ക് വരും. നല്ല മാർക്ക് വേണം, നല്ല റിസൾട്ട് വേണം, നല്ല എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കണം. ഇങ്ങനെയുള്ള വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മുടെയൊക്കെ കുട്ടികൾ പള്ളികളിലേക്ക് കടന്നു വരുന്നത്. പരീക്ഷാ സമയത്ത് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ലാഭമുള്ള പരിപാടിയാണ്. നല്ല മാർക്ക് ലഭിക്കും, നല്ല എളുപ്പത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി മാർഗങ്ങളുണ്ട്. പക്ഷെ പരീക്ഷ ഇല്ലാത്ത സമയത്തോ നമുക്ക് മുഴുവൻ നഷ്ടമാണ്. ഉറക്കം നഷ്ടം, സമയം നഷ്ടം, നമ്മുടെ പരിപാടികളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനുള്ള സമയം ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ വായന തരുന്ന മറ്റൊരു ചിന്ത യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ ഓരോ ആലയങ്ങളാണ്. പരിശുദ്ധാത്മാവ് വന്നു വസിക്കുന്ന ആലയങ്ങൾ. ഈ ആലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പാപമാകുന്ന മാലിന്യമോ ഈ ലോകത്തിൻ്റെതായ മാലിന്യങ്ങളോ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കാൻ പാടുള്ളതല്ല. വിശുദ്ധമായ ശരീരമാണ് ഈ ലോകത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ലാഭേച്ഛ വെടിയാനും ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാനും സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.